വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മുടെ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ ആവുന്നങ്ങളെ ഈക്വൽ ട്രയാങ്കിൾ അല്ലേ, തുല്യ ത്രികോണങ്ങൾ. അതിൻ്റെ നമ്മൾ ഓരോ പാർട്ടായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പേജ് നമ്പർ 28 കേട്ടോ. പേജ് നമ്പർ 28 ഒരു ക്വാഡ്രിലേറ്റർ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഒരു ചതുർഭുജം കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ടെസ്റ്റിനകത്തിലെ ഒരു പടം കാണിക്കാം, എന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നോക്കിക്കേ, ഒരു ക്വാഡ്രിലേറ്റർ തന്നിട്ടുണ്ട്. നോക്കൂ, ഒരു ചതുർഭുജത്തിലെ രണ്ട് വശങ്ങൾ, അതായത് ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ രണ്ട് വശങ്ങൾ സമാന്തരവും അവയ്ക്ക് ഒരേ നീളവും ആണെങ്കിൽ ആ ചതുർഭുജം ഒരു സാമാന്തരികമാണ്, അല്ലെ പാരലോഗ്രാം ആണ്. നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ നീളം 5 തന്നിരിക്കുന്നത്, ഇവിടെ 5 തന്നിരിക്കുന്നത് അല്ലേ. ഒരു ചതുർഭുജത്തിലെ രണ്ട് വശങ്ങൾ, ഏതെങ്കിലും രണ്ട് വശങ്ങൾ സമാന്തരവും ഒരുപോലെയല്ലേ, അവയ്ക്ക് ഒരേ നീളവുമാണെങ്കിൽ ആ ചതുർഭുജം ഒരു സാമാന്തരികമാണെന്ന് നമുക്ക് പറയാം. പാരലോഗ്രാം, സാമാന്തരികം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലോഗ്. ഇത് നിങ്ങളുടെ ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ തൊണ്ടയ്ക്ക് ഒരു ഇച്ചിരി പ്രശ്നമുണ്ടോ നിങ്ങൾ കേട്ടോ, പനി മഴ നനഞ്ഞതാ. നോക്കൂ, നമുക്ക് അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? മലയാള മീഡിയക്കാർ നോക്കണേ. ചിത്രത്തിലെ പച്ച വരകൾ ഒരേ നീളമുള്ള സമാന്തര വരകളാണ്. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ട്. ആദ്യമേ ഞാൻ മലയാളം വായിക്കാം, എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചിത്രത്തിലെ പച്ച വരകൾ ഒരേ നീളമുള്ള സമാന്തര വരകളാണ് എന്ന് വെച്ചാൽ ദ ഗ്രീൻ ലൈൻ ഇൻ ദ ഫിഗർ ആർ പാരലൽ ലൈൻസ് ഓഫ് ഈക്വൽ ലെന്ത്. ഗ്രീൻ കളറാണ് പച്ച. എന്നിട്ട് ഈ പച്ച കേട്ടോണേ, പച്ച കളറ്, പച്ച തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അതിൽ ഒരെണ്ണം വിലങ്ങനെയുള്ള നീലവരയുടെ ഇടത്തറ്റത്ത് നിന്നും, നീലവരയുടെ ഇടത്തെ അറ്റത്ത് നിന്നും, മറ്റൊന്ന് നീലവരയുടെ മധ്യബിന്ദുവിൽ നിന്നും കേട്ടോ. പച്ച വരയാണ്. നീലവരയുടെ ഒന്ന് നോക്കുക, നമ്മുടെ ലെഫ്റ്റ് കാർഡ് ഇടത്തെ കൈയിരിക്കുന്ന ഏതാ? ഇവിടെ ഇല്ലേ, ലെഫ്റ്റ്. ഇടത്ത് നിന്നും മറ്റേ എന്താ, അതിൻ്റെ ആ നീലവരയുടെ നടുക്ക് നിന്ന് അല്ലേ, ഇടത്തെ അറ്റത്ത് നിന്നും, മറ്റൊരെണ്ണം നീലവരയുടെ മധ്യബിന്ദുവിൽ നിന്നുമാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അത്രയും. അതായത് വൺ ഈസ് ഡ്രോ from the left end of the horizontal blue line and the other from the midpoint of the blue line കേട്ടോ. ഇനി ചിത്രത്തിലെ ചുവന്ന വരങ്ങൾക്ക് ഒരേ നീളമാണോ? ഈ ചുവന്ന വര, ചുവപ്പൊക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ചുവന്ന വരകൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? നമ്മളോട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചതാ. ഇനിയോ രണ്ടാമത് ചോദിച്ചോ, ഈ ചുവന്ന വരകൾ പാരലോഗ്രാം ആണോ? സമാന്തരമാണോ? ആർ ദ റെഡ് ലൈൻ ഇൻ ദ ഫിഗർ ദ സെയിം ലെങ്ത്? വൈ ആർ ദ റെഡ് ലൈൻ പാരലൽ? ഇതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ഇത്രയും ഒരു വലിയൊരു ചോദ്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മുടെ പാരലോഗ്രാം നമ്മൾ ഓർമ്മയുണ്ടോ? പാരലോഗ്രാം നമ്മൾ കഴിഞ്ഞ വർഷം 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത് ഉണ്ടോ നിങ്ങളെ? ഇപ്പം നോക്കിക്കേ, ഇത് ഒരു വലിയ ലൈനെ മറ്റൊരു ലൈൻ, അതായത് ലീനിയർ പെയർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളെ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇതൊരു 60 ഡിഗ്രി ആണെങ്കിൽ നല്ലപോലെ മനസ്സിലാക്കണേ, ഇതിൻ്റെ ഓപ്പോസിറ്റും 60 ഡിഗ്രി തന്നെ ആയിരിക്കും കേട്ടോ. ഇനി ഇത് 60 ആണെങ്കിൽ ഇത് എത്ര ആവും നിങ്ങളെ? ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി വെച്ച് ഇത് 120 ഡിഗ്രി ആയിരിക്കും. ഓർമ്മയുണ്ടോ? ഇത് 120 ആണെങ്കിൽ എന്താ, ഇവിടെയും 120. കറസ്പോണ്ടിങ് ആംഗിൾ, ഓൾട്ടർനേറ്റീവ് ആംഗിൾ, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സമാന കോണുകൾ ഉണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെ ആയിരിക്കും. ഇവിടെ ഈ വലത്തുവശത്ത് അല്ലേ, വലത്തുവശത്ത് ഇവിടെ എത്ര ആണോ വരുന്നത് അത് തന്നെ ആയിരിക്കും ഇവിടെ അല്ലേ. ലെഫ്റ്റിൽ എത്ര? 120. ഓപ്പോസിറ്റ് എത്ര? 60. താഴെ എത്ര? 120. അതിനൊരു മാറ്റവും വരത്തില്ല. ഇനി ഇവിടെ മുകളിൽ 60 ആയതുകൊണ്ട് ഇവിടെ 60. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇവിടെ 120, ഇവിടെ 120. ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും അത് തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ എവിടെ വരുന്നു എന്നുള്ളതാണ്. അതെ, മുകളിൽ റൈറ്റ്സ് എല്ലാം എന്താവും നിങ്ങളെ വന്നേ? 60 ആണ് വന്നത്. ഇപ്പം പിടികിട്ടിയോ? ലെഫ്റ്റിൽ എന്താ? 120. ഇവിടെ 60. അതിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും എന്താ? ഓപ്പോസിറ്റ് ഉണ്ടോ? ഇത് കാണുമ്പോൾ അറിയാം, ഓപ്പോസിറ്റ് ആംഗിൾ. അതുപോലെ ഇതിപ്പോൾ മനസ്സിലായി. ഇത് എന്തിനാ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഈ കണക്കിനകത്ത് നോക്കൂ നിങ്ങളെ, ഇവിടെ ഇങ്ങനെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർ കുറേ ഹിൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. പച്ച വരകൾ ഒരേ നീളമുള്ള സമാന്തര വരകളാണ്. പച്ച വര നോക്കൂ നിങ്ങൾ, ഇത് പാരലൽ ലൈനാണ് അല്ലേ. 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ 2 ട്രയാങ്കിളിൻ്റെ പേര് നമുക്ക് ആദ്യം എഴുതാം. എന്താ? AEB. നോക്കണേ കുഞ്ഞുങ്ങളെ, ട്രയാങ്കിൾ AEBയും ട്രയാങ്കിൾ BDCയും 2 ട്രയാങ്കിൾ നമുക്ക് തന്നു.
നോക്കണേ, തന്നത് നമുക്ക് ആദ്യമേ പറക്കി എഴുതാം. ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ, ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ അറിയാം 2 ത്രികോണങ്ങൾ അല്ലെങ്കിൽ ട്രയാങ്കിളുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവർ ഒരു ക്ലൂ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, ചിത്രത്തിലെ ചുവന്ന വരകൾക്ക് ഒരെണ്ണം വിലങ്ങനെയുള്ള നീലവരയുടെ ഇടത്തുനിന്നും മറ്റൊരെണ്ണം നീലവരയുടെ മധ്യബിന്ദുവിൽ നിന്നുമാണ് വരച്ചിരിക്കുന്നത്. ഇത് പച്ചവരകൾ സമാന്തരങ്ങളാണ്. ഇവിടെ പച്ചവര എന്ന് പറയുന്നത് ഏതാ നോക്കൂ കുഞ്ഞുങ്ങളെ, എയുമാണ് ബി ഡിയുമാണ്. പച്ചവര എന്ന് ഉദ്ദേശിച്ച പച്ച തന്നെയാണ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ആ പച്ചവരകൾ പാരലാണ്. ഏതൊക്കെയാണ് ഇവിടെ പച്ചവര? എയും ബി ഡിയും. അപ്പം അത് ഈക്വൽ അല്ലേ? ഓരോന്നും നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എയും ബി ഡിയും ഈക്വൽ ആണ്. കാരണം അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പച്ചവരകൾ ഈക്വൽ ആണെന്ന്. മനസ്സിലായോ? എയും ബി ഡിയും എന്താ ഒരുപോലെയാണെന്ന് കേട്ടോ. പിന്നെ നമ്മളോട് പറഞ്ഞു നോക്കിക്കേ, ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, നോക്കിയേ, എ സി എന്ന് പറയുന്ന ഒരു വലിയ വരയാണ് നമ്മൾ വരച്ചത് അല്ലേ. അതിൻ്റെ മധ്യബിന്ദുവാണ്. നമ്മളോട് അത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, മിഡ് പോയിന്റ് എന്താ ഹൊറിസോണ്ടൽ ലൈൻ അതർ ദ റെഡ് ലൈൻസ് ദ ഫിഗർ സെയിം ലൈൻ ദ ചുവന്ന ഒരുപോലെ ചുവന്ന വരകൾ വരും. അതെ, മധ്യബിന്ദു മറ്റൊരെണ്ണം നീലവരയുടെ മധ്യബിന്ദുവിൽ നിന്നുമാണ് വരച്ചിരിക്കുന്നത്. മധ്യബിന്ദു എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് പോയിന്റ് അല്ലേ. എ സി എന്ന് പറയുന്നതിൻ്റെ മിഡ് പോയിന്റ് ആണ് എ ബി എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ എ ബി 3ഉം ബി സി 3ഉം ആവും നിങ്ങളെ. ഇപ്പം 8 ആണെങ്കിലോ, സംഭവം മനസ്സിലാക്കണേ കേട്ടോ. 8 ആണെങ്കിലോ എന്ന് വെച്ചാൽ മിഡ് പോയിന്റ് ആണ്. ഇവിടെ എ ബി 4ഉമായിരിക്കും, ബി സി 4ഉമായിരിക്കും. എന്ന് വെച്ചാൽ 8ൻ്റെ നേർ നടുക്ക് വെച്ചാണ് കുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എ ബിക്ക് ഈക്വലാണ് ബി സി. സംഭവം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. പരീക്ഷയ്ക്ക് ഈ പടം തന്നെ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്, വേറെ പേരും വേറെ കളറും ഒക്കെ കൊടുത്തായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ആ സംഭവം എന്തുവാന്ന്. നമുക്ക് നോക്കുമ്പോൾ 2 ത്രികോണങ്ങളുണ്ട് അല്ലെ, 2 ട്രയാങ്കിളുകളുണ്ട്. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പച്ചവര ഇവിടുത്തെ പാരലോഗ്രാം ആണ്. അതായത് എ ആണ് ഇവിടുത്തെ, എയും ബി ഡിയുമാണ് ഇവിടുത്തെ പാരലൽ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമേ അത് എഴുതി കേട്ടോ. ഇനി എ ബിക്ക് ഈക്വൽ ആണ് ബി സി. കാരണം നമ്മളൊക്കെ ചോദ്യത്തിൽ അത് തന്നിട്ടുണ്ട്. ബി ഇവിടുത്തെ ആരാ കുഞ്ഞുങ്ങളെ? ബി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് അല്ലേ. എന്ന് വെച്ചാൽ എന്താ, നടുക്ക് അല്ലേ, നടുക്കളത്തെ ഈ വരയെ നടുക്ക് കൊടുത്തിരിക്കുന്ന ബിന്ദു പൊതുവായിട്ടുള്ള അല്ലേ. അപ്പം നമുക്ക് എ ബിക്ക് ഈക്വൽ ആണ് ബി സി. ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, ആംഗിൾ ഇത് നമുക്ക് ഈ എയും ബി ഡിയും പാരലൽ ലൈനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആംഗിൾ എ എത്രയാണോ അത് തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങളെ ആംഗിൾ ബിയും. കാരണം എന്താ, അവർ തങ്ങളിൽ പാരലൽ ലൈനാന്ന് പറഞ്ഞില്ലേ. മനസ്സിലായോ? ആംഗിൾ എ എത്രയാണോ അത് തന്നെയായിരിക്കും ആംഗിൾ ബി. നമ്മളിപ്പോൾ വരച്ച് കാണിച്ചില്ലേ, ഈ വര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാ കേട്ടോ. ഇപ്പോൾ ആംഗിൾ ഇവിടെ 60 ആണെങ്കിൽ എന്താ, ഇവിടെ 60 കാണാൻ പറ്റുന്നുണ്ടോ? അത് ഉദ്ദേശിക്കണേ നിങ്ങൾ, അതിനുവേണ്ടി അത് അത്രയും വരച്ചത് കേട്ടോ. അപ്പം ഇവിടെയും 60, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം ഈ ആംഗിൾ നോക്കണേ. ആംഗിൾ എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇ എ ബി എന്ന് പറയുന്നതും ഡി ബി സി എന്ന് പറയുന്നത് ഇതിൻ്റെ ആംഗിൾ ഏതാണ്? അതായത് ഇ ബി എന്ന സൈഡിൻ്റെ നമ്മൾ ഫസ്റ്റ് തിയറി ഓർമ്മയുണ്ടോ? ഇ ബി എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിള് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അത് ഈക്വൽ ആണ് അല്ലേ, ഈ സൈഡിൻ്റെ ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഡി സി, കാരണം ഇത് രണ്ടും നോക്കാം, ഡി സി എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ്. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താ, ഇവിടുത്തെ അതേ മെഷർ തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങളെ ഇവിടെയും. ആംഗിൾ എ എന്ന് പറയുന്നത് ഡി ബി സി, അതായത് ഇ എ ബിയും ഡി ബി സിയും അല്ലേ, ഇത് സമാന കോണുകളാണ്. കറസ്പോണ്ടിങ് നമ്മൾ മുമ്പ് വരച്ചില്ലേ, കറസ്പോണ്ടിങ് ആംഗിളാണ്. ആ വര ഓർത്താൽ മതി കുഞ്ഞുങ്ങൾ കേട്ടോ. എന്ന് വെച്ചാൽ എയും ബിയും ഒരുപോലെ വരുമെന്ന്. അപ്പം മനസ്സിലായോ? ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ നോക്കണേ, എ ഇ ബി എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഇതിലെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും അപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യത്തെ തിയറി ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ. 2 വശങ്ങളും അവ ചേരുന്ന കോണുകളും അതുപോലെ തന്നെ ബി
ഡി സി ഇത് രണ്ടെണ്ണമാണല്ലോ ഇവിടുത്തെ ട്രയാങ്കിൾ. അവ രണ്ട് വശങ്ങളും ചേർന്ന കോണുകൾ എപ്പോഴും എന്താ തുല്യമായതിനാൽ ട്രയാങ്കിൾ എ ഇ ബിയും ട്രയാങ്കിൾ ബി ഡി സിയും തുല്യ ത്രികോണങ്ങളാണ്. അതാണ് നമുക്ക് അറിയേണ്ടത്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താ കുഞ്ഞുങ്ങളെ ഈ പേര് നിങ്ങൾ എന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ത്രികോണം അല്ലേ കുഞ്ഞുങ്ങളെ. ഇതാണ് ഇങ്ങനെ വരയ്ക്കുന്നതിൽ ഇപ്പോൾ ഏതാണ്ട് എ ഇ ബിയും കണ്ടോ ഇത് രണ്ടും എന്താ തുല്യ ത്രികോണങ്ങളാണ്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണുകളും ഇതിൻ്റെ അവ ചേരുന്ന കോണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇത് നോക്കിയേ ഇതിന് ചേരുന്നത് അല്ലേ അവ ചേരുന്ന കോണുകൾ അല്ല ഇവിടുന്ന് ഇങ്ങോട്ടാ ഇല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടാ എല്ലാം കൂടെ വരച്ച് കുളമായി. അവ ചേരുന്ന കോണുകളും തുല്യമായതിനാൽ ട്രയാങ്കിൾ എ ഇ ബിയും ബി ഡി സിയും തുല്യ ത്രികോണങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇ ബിക്ക് ഈക്വലാണ് ഡി സി എന്ന് വെച്ചാൽ എന്താ ഈ ചുമന്ന രണ്ട് വരകൾ അപ്പോൾ എന്താ തുല്യമാകുമെന്ന് കേട്ടോ. മനസ്സിലായോ നിങ്ങളെ? നോക്കി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഒന്നാമത്തെ തിയറം പഠിച്ചില്ലയോ അത് ഓർത്തോണം കേട്ടോ. ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പോൾ എന്തായിരിക്കും തുല്യമായിരിക്കും. അവിടുത്തെ പേരെന്താ അതിൻ്റെ സൈഡിൻ്റെ ഇ ബിയും ഡി സിയും ആവും നിങ്ങളെ അവിടുത്തെ പേര്. ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് അത് ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലേ ഇതിന് ഈക്വൽ ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി കുഞ്ഞുങ്ങളെ. സൈഡ് നമ്മുടെ ഫസ്റ്റ് തിയർ ഓർമ്മയുണ്ടോ? വശങ്ങൾ തുല്യമാണെങ്കിൽ അതിൻ്റെ ആംഗിളുകളും തുല്യമായിരിക്കും നമ്മൾ പഠിച്ചില്ലേ? മനസ്സിലായില്ലേ? അതാണ്. ഇനി ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എന്താ ഇത് രണ്ടും തുല്യ ത്രികോണം ആയതുകൊണ്ട് എന്താ ആംഗിൾ എ ബി ഇ ഈക്വൽ ആണ് ബി സി ഡി. ഇനി ഇവിടെ നോക്കിയോ നിങ്ങൾ ഇവിടെ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആംഗിൾ എ ബിക്ക് ഈക്വൽ ആണ് ആംഗിൾ ബി സി ഡി. അതുകൊണ്ട് എന്താ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊരു ചുമന്ന വര റെഡ് ലൈൻ പാരലാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബിക്ക് പാരലാണ് സി ഡി കേട്ടോ. ബിക്ക് പാരലാണ് സി ഡി. നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി എനിക്ക് മനസ്സിലായ രീതിയിൽ അങ്ങ് എഴുതി വെച്ചതാവും നിങ്ങളെ. കാരണം തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം പറക്കി എഴുതുക. ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം പറക്കി എഴുതുക. രണ്ട് ട്രയാങ്കിൾ ആവും നിങ്ങളെ. ഇത് കാണുമ്പോൾ എന്തോ വലിയ സംഭവം എന്ന് വിചാരിക്കും. ഇത് പാരലാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആണോ? കാരണം എന്താ രണ്ട് സൈഡും എന്താ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകളും ഇവിടെ തുല്യമാണ് അല്ലേ. കാരണം എന്താ ഇതൊരു പാരൽ ലൈൻ ആണെന്ന് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് അടുത്ത ചെയ്യാം. ഇത് ഇതുപോലെ തന്നെ മനസ്സിലാക്കി എഴുതണേ കേട്ടോ. അടുത്ത രണ്ടാമത്തെ കണക്ക് നോക്കൂ നിങ്ങളെ. ഈ ചോദ്യം കണ്ടോ നമ്മുടെ ടെസ്റ്റിൽ. ഇഫ് ദ ക്വാഡ്രിലേറ്റർ ഇൻ ദ ഫിഗർ പാരലോഗ്രാം വൈ. ഇവിടെ നോക്കിക്കേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ ചതുർഭുജം അല്ലേ. ഇതൊരു പാരലോഗ്രാം സാമാന്തരികമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ തന്നിരിക്കുന്നത്? ട്രയാങ്കിൾ എ ബി സി ഉണ്ട് അല്ലേ. ഓക്കെ ഒരു എ ബി സി ഡി എന്ന് പറയുന്ന നോക്കിയ ഒരു ക്വാഡ്രിലേറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 4 വശങ്ങളുള്ള ഒരു ക്വാഡ്രിലേറ്റർ ചതുർഭുജമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഒരു വശം നമുക്ക് 4 തന്നിട്ടുണ്ട്. ഇവിടെ ഒരു വശം 4 തന്നിട്ടുണ്ട് അല്ലേ. 2 വശം നമുക്ക് 4 തന്നിട്ടുണ്ട്. നടുക്കൂടെ എന്തുണ്ട് ഒരു ഡയഗണൽ അല്ലേ, ഒരു വികരണം പോയിട്ടുണ്ട്. 35 ഡിഗ്രി ഇവിടെ ആണെങ്കിൽ അത് നമുക്കറിയാം ഇപ്പുറത്തും 35 ഡിഗ്രി ആയിരിക്കുമെന്ന് അല്ലേ. അത് നമുക്കറിയാമല്ലോ. മറുകോണ് ഇവിടെ 35 ആണെങ്കിൽ ഇവിടെയും 35 ആണ്. അത് നമുക്കറിയാം അല്ലേ. അറിയാമല്ലോ നിങ്ങളെ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടുത്തെ വശങ്ങളുടെ പേര് കൊടുക്കാം. നമുക്ക് ആദ്യമേ എ ബി സിയും ഇത് നിങ്ങൾ നോക്കണേ. ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സി. ഇനിയോ ട്രയാങ്കിൾ എ ബി ഡി. വേറൊരെണ്ണമാണ് 2 ട്രയാങ്കിൾ അവിടെ കൊടുത്തേക്കുന്നത് അല്ലേ. ട്രയാങ്കിൾ എ ബി ഡി ഇതിനകത്തിലെ പൊതുവായിട്ടുള്ള ഒരാളാണ് ഈ ക്വാഡ്രിലേറ്ററിൻ്റെ അല്ലെങ്കിൽ 2 ത്രികോണത്തിൻ്റെ നടുക്കൂടെ. ഇത് നേരത്തെ നമുക്ക് ഇതേലെ ഒരെണ്ണം ചെയ്തതാണ് അല്ലേ കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ ഒരുപോലെ ഉള്ളതോ ഒക്കെ നമുക്ക് പറക്കി എഴുതാം. ആദ്യമേ ഇവിടെ 2 ത്രികോണത്തിൻ്റെ പേരാണ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എ ബി സിയും എ ബി സിയും എ ബി സി ഇടുന്നു എ ബി ഡിയും കേട്ടോ. എ ബി സിയും എ ബി ഡിയും കേട്ടോ. എ ബി
ഡിയും. അപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും. അപ്പം 2 ത്രികോണം. ഓക്കെ ആണോ നിങ്ങളെ? പടം കണ്ട് മനസ്സിലാക്കണേ. അടുത്ത 2 എണ്ണം തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇനി തന്നിരിക്കുന്നത് നമുക്ക് പറക്കി എഴുതാം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചാടി കയറി എഴുതരുത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ നിങ്ങളെ? ഇവിടെ നോക്കി AC തന്നിട്ടുണ്ട്, BD തന്നിട്ടുണ്ട് അല്ലേ? അപ്പം അത് രണ്ടും ഒരേപോലെയാണ് തന്നേക്കുന്നത്. ഏതാ? AC 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് BDയും 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ACക്ക് ഈക്വലാണ് BD എന്ന് എഴുതിക്കൂടായോ നിങ്ങളെ? കാരണം എന്താ? 2 4 സെൻറ്റിമീറ്റർ എഴുതിക്കൂടായോ? തന്നിരിക്കുന്ന നമുക്ക് പറക്കി എഴുതാം കേട്ടോ. ഇനി ഈ 2 ട്രയാങ്കിളിനും നടുക്കേ പോയേക്കുന്നത് ആരാ? അത് നമ്മൾ പഠിച്ചതാ. ഏതാ? AB. അപ്പം 2 എണ്ണത്തിനും ABക്ക് ഈക്വലാണ് AB ഇല്ലേ? 2 എണ്ണത്തിലും AB ആണ് നടുക്കൂടെ പോയത്. അപ്പം ഈ ട്രയാങ്കിൾ എടുത്താലും നടുക്കൂടെ പോയേക്കുന്നത് AB ആണ്. അപ്പം നമുക്ക് 1 2 എണ്ണം കിട്ടി കേട്ടോ. ഇനി അടുത്ത എന്താണ്? ഇതിന് നമ്മൾ പേര് കൊടുത്ത എന്താണ്? പിന്നെ ABCയും അല്ലേ? പിന്നെ ഏതാ? ഇത് രണ്ടും നോക്കിയേ. ഇത് 35 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിക്കേ. എന്നിട്ട് ഇവിടെ ഇപ്പുറത്തെ വശവും 35 കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? CA ഇവിടെ അല്ലേ 35. അപ്പം നോക്കിയേ, CABക്ക് ഈക്വലാണ് ആംഗിൾ ഏതാ? ABD. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എല്ലാ വശയും കൂടെ ആയപ്പോഴത്തേക്ക് ഓക്കെ. ഇവിടെ അല്ലേ ഇത് ആംഗിൾ A അല്ലേ നമുക്ക് തന്നേക്കുന്നത്? അപ്പം CA കണ്ടില്ലേ? CAB. കാരണം ഇവിടാണ് 35 വന്നത്. CAB ഈ A ആണ് നമുക്ക് തന്നിരിക്കുന്ന 35. അതിന് ഈക്വലാണ് ആരാണ്? ABD. അതെ, B നമുക്ക് 35. 2 35 കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയും 35, ഇവിടെയും 30. അപ്പോൾ CA തന്നിരിക്കുന്ന വർക്ക് എഴുതുക നമ്മുടെ ജോലി കേട്ടോ. CABക്ക് എന്താ? ഈക്വലാണ് എന്താണ്? ABD. എന്താ? 2 സൈഡിലും ആരാ വന്നിരിക്കുന്നത്? ബോത്ത് എന്ന് വെച്ചാൽ 2 ഇടത്തും ബോത്ത് ആറ് 35 ഡിഗ്രി. 2 ഇടത്തും 35 ഡിഗ്രി വീതം വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പം നമുക്ക് എങ്ങനെ പറയാം? സിൻസ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ CABക്ക് ഈക്വലാണ് ആംഗിൾ ABD ഇല്ലയോ നിങ്ങളെ? ഇതിന് ഈക്വലാണ് ഇതെന്ന് നമുക്ക് പറയരുതോ? ഇത് എഴുതണം കേട്ടോ. ഇത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇതിന് മലയാളം മീഡിയം ഇത് തന്നെ കുഞ്ഞുങ്ങൾ കേട്ടോ. മലയാളം മീഡിയത്തിനകത്തിൽ സിൻസ് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അതുകൊണ്ട് CABക്ക് ഈക്വലാണ് ആംഗിൾ CABക്ക് ഈക്വലാണ് ആംഗിൾ ABD. എപ്പോഴും ചെയ്യുന്നതായിരുന്നു ABD കേട്ടോ. ABD അതായത് AC എന്ന് വെച്ചാൽ ACക്ക് എന്ന് വെച്ചാൽ പാരലാണ് ആര്? AC ആൻഡ് BD ആറ് സാമാന്തരികം. ഇത് രണ്ടും എന്താണ്? പാരലലാണ്. അതുകൊണ്ട് AC ആൻഡ് BD എന്താ? ACയും BDയുടെയും എത്ര കുഞ്ഞുങ്ങളെ? 4 സെൻറ്റിമീറ്റർ. ബോത്ത് അല്ലേ? 2 സൈഡും ഉണ്ട് അല്ലേ? ബോത്ത് ആർ 4 സെൻറ്റിമീറ്റർ. ഇത് ബ്രാക്കറ്റിൽ എഴുതുന്നതിനാ പറയുന്നത്. നോക്കി കുഞ്ഞുങ്ങളെ, ACക്ക് ഈക്വലാണ് ആരാ? ACക്ക് ഈക്വലാണ് BD. എഴുതി വരുമ്പം പകുതി ഇല്ലയോ? ACക്ക് ഈക്വലാണ് BD. നോക്കൂ ഞങ്ങൾ അവിടെ ചോദ്യത്തിൽ അത് തന്നിട്ടുണ്ട്. നോക്കിയേ, ഇവിടെയും 4 ഇവിടെയും 4 കേട്ടോ. നമ്മൾ ഇതായിട്ട് തിയറിയായിട്ട് എഴുതുമ്പോൾ ഇത് എഴുതണം കേട്ടോ. ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് പറക്കി എഴുതിയേക്കുവാ. ഇത് ഇത്രയും ഇല്ലയോ? ഇനി ഇവിടെ മുതലാണ് കറക്റ്റ് നമ്മൾ ആൻസർ എഴുതുന്നത്. ഏതൊക്കെയാണ് അതിൻ്റെ ആംഗിൾ നമ്മൾ എടുത്തത്? CAB 35 വന്നായിരുന്നു ഉണ്ട്. ഇവിടുത്തെ ആംഗിൾ ഏതാ വന്നുകൊണ്ട് അത് നടുക്ക് എഴുതി കേട്ടോ. ഇവിടെ AB ആംഗിൾ 35, B നടുക്ക് വന്നു. ABD എന്ന് വെച്ചാൽ 2 ഇടവും എന്താ? 35 ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ പറയാം? CABക്ക് ഈക്വലാണ് ABD. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലാക്കി പോണേ കേട്ടോ. ഇനി നോക്കിക്കേ, നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 2 സൈഡ് നോക്കിയേ, ഇവിടെ 2 സൈഡ് ക്വാഡ്രിലേറ്റർ 2 സൈഡ് ഓഫ് ക്വാഡ്രിലേറ്റർ ABCD ആർ ഈക്വൽ എന്ന് നമുക്ക് എഴുതിയതോ എന്താ നിങ്ങളെ? സിൻസ്. അതുകൊണ്ട് നമുക്ക് എന്താ? 2 സൈഡ് ഓഫ് ക്വാഡ്രിലേറ്ററൽ ABCD എന്ന് പറയുന്ന ചതുർഭുജം അതുകൊണ്ട് ആർ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം അല്ലേ? ആൻഡ് പാരലൽ
ഈക്വലുമാണ് പാരലുമാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ പാരലോഗ്രാം. അതൊരു പാരലീലോഗ്രാമാണ്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? മലയാളം മീഡിയക്കാർക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മളെന്താ ചതുർഭുജം, ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ ചതുർഭുജമാണ്. ലാസ്റ്റിൽ ഇങ്ങനെ എഴുതണേ, ചതുർഭുജം. ഇവിടെ നമ്മൾ ABCD എന്ന് പറയുന്ന ചതുർഭുജമാണ് എഴുതിയത്. അതിൻ്റെ ABCയുടെ 2 വശങ്ങൾ അല്ലേ, 2 വശങ്ങൾ തുല്യമാണെന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 2 വശങ്ങൾ തുല്യവും അത് സമാന്തരവും സമാന്തരവുമായതിനാൽ ചതുർഭുജം ABCD എന്താണെന്നാ പറയുന്നത്? ചതുർഭുജം ABCD ഒരു എന്താന്ന് പറയുക? സാമാന്തരികമാണ്. ആണോ അല്ലയോ എന്ന് നമ്മളോട് ചോദിച്ചതിനെ മറുപടിയായി പറയുന്നത് കേട്ടോ. നമ്മളോട് ചോദിച്ചാൽ ഇതിന് സാമാന്തരികമാണോ? ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇനി ഇത് പേര് മാറ്റി 45ഓ 25ഓ ഒക്കെ കൊടുത്താലും എന്താ, ആദ്യം തന്നിരിക്കുന്നത് ഒരുപോലെയുള്ളത് തന്നിരിക്കുന്നതിനെ പറക്കി എഴുതുക. പിന്നെ അവിടുത്തെ ആംഗിളുകൾ പറക്കി എഴുതുക. ആംഗിളുകൾ ഏതൊക്കെയാണോ ഒരുപോലെയുള്ളതിനെ പറക്കി എഴുതുക. പിന്നെ എന്തോ ഇച്ചിരിയേ ഉള്ളൂ, കുറച്ചാട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. അത് നമ്മൾ വലിയ ഇതായിട്ട് എഴുതിയത് കൊണ്ടാണ്, 2 ഇതൂടെ എഴുതിയത് കൊണ്ടാണ് ഒത്തിരിയായിട്ട് തോന്നുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്തിന് മനസ്സിലായത് അത് വേണം കുഞ്ഞുങ്ങളെ എഴുതാൻ കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതിയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണമെന്നല്ല. നിങ്ങൾക്ക് ഈ പടത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാവും? നമ്മൾ ആദ്യം തൊട്ട് ഇപ്പോൾ ഒന്നാമത്തെ തിയറം പ്രിൻസിപ്പിൾ വെച്ചിട്ട് 1, 2, 3, 4 ഒക്കെ പഠിച്ച് ഇങ്ങനെ വരിക. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗവും നിങ്ങൾ മനസ്സിലാക്കി വേണം എഴുതാൻ കേട്ടോ. അതിനകത്ത് നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. അടുത്ത നോക്കൂ നിങ്ങളെ, ഇതുപോലെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ, ഇൻ ദ ക്വാഡ്രിലേറ്റർ ഇൻ ദ ഫിഗർ ദ ലൈൻ AB ആൻഡ് CD ആർ പാരലൽ. നോക്കൂ നിങ്ങളെ, ഇവിടുത്തെ പാരലൽ ഏതൊക്കെയാണ്? ABയും, ചോദ്യം നിങ്ങളുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ. ABയും ആരൊക്കെയാണ്? CD-യുമാണ് ഇവിടുത്തെ പാരലൽ. അതുകൊണ്ട് ഈ 2 ലൈനുകളാണ് ഇവിടുത്തെ പാരലൽ എന്ന് വെച്ചാൽ സാമാന്തരികം. ഇനി ദ മിഡ് പോയിന്റ് ഓഫ് AB ഈസ് M. ABയുടെ മിഡ് പോയിന്റ് ആണ് ഇവിടെ M എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് മൊത്തം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ വരെ 5ഉം ഇവിടെ വരെ 5ഉം 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 10. ഇനി 8 ആണെങ്കിലോ ഇവിടെ വരെ 4. ഇവിടെ മീറ്റർ തന്നിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മിഡ് പോയിന്റ് M ആകുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇവിടെ എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ. ഇതൊക്കെ അറിയണേ, നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് പറക്കി എഴുതണം കേട്ടോ. പിന്നെയോ, ആർ ദ ക്വാഡ്രിലേറ്റർ AMCD. ആദ്യമേ നമുക്ക് എന്താണെന്നറിയോ? AMCD 2 ക്വാഡ്രിലേറ്റർ പറയുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് ഞാൻ പറയാം. AMCD ആൻഡ് BMCD ആർ എ പാരലോഗ്രാം. വൈ? ഫസ്റ്റ് നോക്കണേ കുഞ്ഞുങ്ങളെ, അതാണ്ട് ഇവിടെ നമുക്ക് 2 ക്വാഡ്രിലേറ്റർ ആണ് തന്നിരിക്കുന്നത്. നോക്കണേ, നിങ്ങളുടെ ടെസ്റ്റിൽ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണേ, അതാണ്ട് 1ാമത്തെ ക്വാഡ്രിലേറ്റർ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ സ്കെച്ച് വെച്ച് വരച്ചത് കണ്ടോ. 1ാമത്തെ ഇതും 2ാമത്തെ എന്നറിയോ? ഞാൻ വേറൊന്നും വെച്ച് വരയ്ക്കാം. അപ്പം നിങ്ങൾക്ക് വേണ്ടേ കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് 2 ക്വാഡ്രിലേറ്റർ ഉണ്ടെന്ന്. അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ 3 ത്രികോണമാണ് നമ്മൾ കാണുന്നില്ലേ. 1, 2, 3 ട്രയാങ്കിളാണ് കാണുന്നത്. പക്ഷേ അല്ലാതെ നിങ്ങൾ ചരിച്ച് നോക്കിക്കേ, ഇവിടെ ഒരു ക്വാഡ്രിലേറ്റർ നോക്കിയേ. ഇതൊരു ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ 4 വശങ്ങളുള്ളത്. ഇതും ഒരു ക്വാഡ്രിലേറ്റർ. ഇപ്പം പിടികിട്ടിയോ? ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചത് എന്താണ്? ആർ ദ ക്വാഡ്രിലേറ്റർ AMCD ആൻഡ്, പേര് നോക്കണേ കുഞ്ഞുങ്ങളെ, AMCD ആൻഡ് MBCD അല്ലേ. ഇത് പാരലോഗ്രാം ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഇൻ ദ ട്രയാങ്കിൾ. ഇനി 2ാമത്തെ. അപ്പോൾ 1ാമത്തെ നമ്മൾ ഏതൊരു കണക്ക് വരുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെ? തന്നിരിക്കുന്നത് പറക്കി എഴുതണം അല്ലേ. ഇവിടെ ആരൊക്കെയാണ് തന്നെ? നമ്മുടെ അടുത്തൊരു ക്ലൂ പറഞ്ഞു. എന്താ? AB എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ മിഡ് പോയിന്റ് ആണ് ആരാണ്? M. അപ്പം നമുക്കറിയാം, നമ്മൾ എന്തോ എഴുതാം കുഞ്ഞുങ്ങളെ? നമുക്ക് എഴുതാം AB നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. AB ഇത് എഴുതേണ്ട കാര്യമൊന്നും ഇല്ല. എന്നാലും നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അതിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ എടുത്ത് പറഞ്ഞു. മിഡ് പോയിന്റ് M ആണ് അല്ലേ. മിഡ് പോയിന്റ് എന്തോ കുഞ്ഞുങ്ങളെ? M ആണ് അല്ലേ. അപ്പം നമുക്ക് എന്താ? AM എന്ന് പറയുന്നത് എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ?
AM ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ പകുതിയാണ് അല്ലേ, ഇനി എഴുതണ്ടല്ലോ. 6 സെൻറ്റിമീറ്ററിൻ്റെ പകുതി 3 AM നമുക്ക് കിട്ടി 3 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ AB-യുടെ പകുതിയാവും നിങ്ങളെ ഈ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. മൊത്തം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇത് 10 ആണെങ്കിൽ അതിൻ്റെ പകുതി അല്ലേ. മനസ്സിലായി. ഇപ്പം നമുക്ക് 6 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3ഉം ഇവിടെ 3ഉമാണ്. AM നമുക്ക് 3 കിട്ടി. ഓക്കെ ആണോ? അപ്പം നമുക്ക് എന്ത് പറയാം, ഈ AM-ന് ഈക്വൽ അല്ലേ കുഞ്ഞുങ്ങളെ ഈ BM അല്ലേ. AM-ന് ഈക്വൽ അല്ലേ BM, 2 3 അല്ലേ. അപ്പം നമുക്ക് അത് എഴുതിക്കൂടായോ നിങ്ങൾ? എന്താ തന്നിരിക്കുന്ന ഒക്കെ പറക്കി എഴുതണേ കേട്ടോ. AM-ന് ഈക്വലാണ് BM. ഓക്കെ ആണോ? ഇനി അതുപോലെ അവർ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇത് ഇവിടെ 3 സെൻറ്റിമീറ്റർ അല്ലേ കുഞ്ഞുങ്ങളെ, ഇവിടെ നോക്കിയേ 3 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം നമുക്ക് എന്താ എഴുതാം, AM-ന് ഈക്വലാണ് എന്താ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കിക്കേ DC എഴുതിക്കൂടായോ? കാരണം എന്താ, ഇത് 3 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടി. അപ്പം ഇതും എത്ര 3 സെൻറ്റിമീറ്റർ, അതും എഴുതിക്കൂടായോ? എങ്ങനെ എഴുതാം, AM-ന് AM ഏതാണെന്നറിയാമേ, ഈക്വലാണ് DC. എന്തുകൊണ്ടാ, ബോത്ത് ആറ് 2 സൈഡും എത്ര കുഞ്ഞുങ്ങളെ, ബോത്ത് ആർ 3 സെൻറ്റിമീറ്റർ, രണ്ടും 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി നോക്കിയേ, നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചതിനകത്ത് നിന്നല്ലേ. ഓക്കെ ആണോ? ഇനി AM ഈസ് പാരൽ ടു DC. AM പാരലാണ് DC, അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിന് പാരലാണ് DC എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. AM-ന് AM ഈസ് പാരലൽ ടു DC, അത് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് DC കേട്ടോ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ എഴുതിക്കോടെ. ഓക്കെ ആണല്ലോ. അപ്പം DC നമുക്ക് എത്ര കിട്ടി, DC 3 സെൻറ്റിമീറ്റർ കിട്ടി. പിന്നെ MB ഇനിയും വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ, ഇനി നമുക്ക് എഴുതാം എങ്ങനെയാണെന്നറിയോ, ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എന്തായിരിക്കും 3 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ അങ്ങ് ചെയ്യാം. ഇതിനകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ, ഈ നീല വരച്ച ക്വാഡ്രിലേറ്റർ അല്ലെങ്കിൽ ചതുർഭുജത്തിനകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾ? എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ പറക്കി എഴുതി. എന്താ, AM 3 ആണെങ്കിൽ DC-യും 3 ആണ് അല്ലേ. കാരണം എന്താ, ഓപ്പോസിറ്റ് ആർ ഈക്വൽ അല്ലേ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? പിന്നെ അപ്പോൾ അത് കിട്ടി. ഇനി നോക്കിയേ, ഇത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്തില്ല, ഈ 2 വര നമ്മൾ ചെയ്തില്ല അല്ലേ. ഇത് പാരലാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണോ എന്ന് നമുക്ക് ഇത് രണ്ടും കൂടെ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഇതുകൂടെ ചെയ്തിട്ട് ഇത് ചെയ്യാം. മനസ്സിലായോ എന്തുവാന്നാ ഈ തന്നിരിക്കുന്നത്? പേര് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ ആണോ? ഇത് ഇച്ചിരി വലിയൊരു കണക്കാണ് കേട്ടോ. നോക്കണമെങ്കിൽ അടുത്ത നോക്കിക്കേ, നമുക്ക് ഈ കാപ്പിപ്പൊടി ചെയ്യാം. കാപ്പിപ്പൊടി വരച്ചിട്ടേക്കുന്നത് മറ്റേതിൻ്റെ നമ്മൾ തന്നിരിക്കുന്നതെല്ലാം പറക്കി എഴുതി. ഇനി ഇവിടെയും തന്നിരിക്കുന്ന എഴുതാം. ആരൊക്കെയാ, DC അല്ലേ. DC 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്, 3 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് രണ്ടാമത്തെ എങ്ങനെ എഴുതാം, DC നമുക്ക് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ അല്ലേ. MB തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, DCക്ക് ഈക്വലാണ് MB. എന്തുകൊണ്ടാണ്, ബോത്ത് സൈഡ് 2 സൈഡും എത്ര, ബോത്ത് ആറ് 3 സെൻറ്റിമീറ്റർ, രണ്ടും 3 സെൻറ്റിമീറ്റർ വെച്ചാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, DC 6 MB പാരലൽ. ഇത് രണ്ടും പാരലൽ തന്നിരിക്കുന്നതാണ് നിങ്ങൾ. ഈ നീലയുടെ നമ്മൾ എഴുതിയതാണ് ഇത്. ഇനി നമ്മൾ ഈ മെറൂണിൻ്റെ വേറെ മെറൂൺ വെച്ച് വരച്ചതുകൊണ്ടാണ് വേറെ ആണെന്നറിയാൻ വേണ്ടി പാരലൽ. ഇത്രയൊക്കെയാണോ? ഇനി ഇവിടെ നമുക്കിനി സൈഡുകളെല്ലാം നമ്മൾ പറക്കി എഴുതി. ഇനി നോക്കിക്കേ, ഇവിടെ ആംഗിൾ A ഒരു 40 നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിയേ, ആംഗിൾ B ഒരു 60 തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നോക്കൂ നിങ്ങളെ, ആംഗിൾ A നമുക്ക് എത്ര തന്നെ നോക്കിയേ, ആംഗിൾ A നമുക്ക് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണെന്നറിയോ, ഒരു പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. നോക്കൂ നിങ്ങൾ, ഇവിടെ 40 ആണ്, ഇവിടെ എത്രയായിരിക്കും, 40 ആയിരിക്കും. ഓർമ്മയുണ്ടോ അത് പഠിച്ചേ? ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും 40 ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ സിയും അപ്പോൾ എത്രയായിരിക്കും നിങ്ങളെ, 40 ഡിഗ്രി ആയിരിക്കും. വല്ല മനസ്സിലായോ? ഇവിടെ 40 ആണെങ്കിൽ ഇവിടെയും 40 ആയിരിക്കും. എങ്ങനെ എഴുതും, ആംഗിൾ DCM ഈക്വൽ ആംഗിൾ A 40 ഡിഗ്രി. അതായത് ഓപ്പോസിറ്റ് ആംഗിള് എങ്ങനെ എഴുതും, അതിൻ്റെ എതിർവശം ഓപ്പോസിറ്റ് ആംഗിൾ, എതിർ കോണുകൾ ഓഫ് പാരലോഗ്രാമിൻ്റെ പാരലീലോഗ്രാം ഏതിൻ്റെ ആവും നിങ്ങളെ, AMCDയുടെ ആണ് ഫസ്റ്റ്.
ആദ്യം നമ്മൾ എഴുതിയ സൈഡുകളെല്ലാം എഴുതി, സൈഡുകൾ എങ്ങനെയൊക്കെ ഏതൊക്കെ ഒരുപോലുള്ളതിനെല്ലാം പറക്കി എഴുതി. ഇനി രണ്ടാമത് നമ്മൾ ഇനി ആംഗിൾ, അകത്ത് അങ്കിളല്ലേ, ആംഗിളുകൾ ഏതൊക്കെയാണെന്ന് എഴുതുക. AMCD ആണ് നമ്മൾ ആദ്യം എടുത്തത് അല്ലേ. AMCD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഒരു വശം നമുക്ക് തന്നു 40. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? 40 തന്നെ ആയിരിക്കും. ആംഗിൾ C 40 ആണെങ്കിൽ ആംഗിൾ Aയും 40 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 40 ഡിഗ്രി കിട്ടി. ഓർത്തോണേ, ഇനി അങ്ങോട്ടങ്ങോട്ട് ഓരോന്നും ഡിഗ്രി കാണുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ CDM എന്ന് പറയുന്ന നോക്കണേ നിങ്ങളെ, ഇവിടെ 40 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഇവിടെ നോക്കിക്കേ, ആംഗിൾ B ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, എന്തുവാ? 60 ഡിഗ്രി. നിങ്ങൾ ഓർത്തോണേ, ഇതൊരു നീലയുടെ നമ്മളെടുത്തത് 40ൻ്റെ ഓപ്പോസിറ്റ് 40 കിട്ടി. അപ്പോൾ നമ്മൾ മെറൂണിൽ നോക്കിയേ, ഇവിടെ ഒരു മൂലയിൽ ഒരു 60 കിടപ്പുണ്ട്. അപ്പോൾ അതിനും ഓപ്പോസിറ്റ് ഇല്ലയോ നിങ്ങളെ? ഇല്ലയോ? അപ്പോൾ അതും എന്തുമായിരിക്കും? 60 ആയിരിക്കും. എളുപ്പമല്ലേ? ഇത് വലിയ എന്തോ സംഭവമാണെന്ന് വെച്ചാൽ, പക്ഷേ എഴുതാൻ അറിയണം കേട്ടോ, എഴുതാൻ അറിയണേ. എങ്ങനെ എഴുതാം? ആംഗിൾ CDM, ഇതിൻ്റെയൊക്കെ പേര് ഏത് ആംഗിളാണോ എടുക്കുന്നത് അതിനെ നമ്മൾ നടുക്ക് വേണം എഴുതാൻ കേട്ടോ. ആ ക്ലൂ ഓർത്തോണേ. നോക്കൂ നിങ്ങളെ, CD ഇപ്പം നമ്മൾ 60 അല്ലേ എടുക്കുന്നത്, അപ്പോൾ അത് നടുക്ക് വേണേ വരാൻ കേട്ടോ. CDM ഏതാ? CDM ആംഗിൾ Bയുടെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ആംഗിൾ Bയുടെ അത്ര 60 ഡിഗ്രി. അതും എന്താണ്? ഈ പറയുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിള് ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ പാരലീലോഗ്രാം ആട്ടോ. ഏതിൻ്റെയാ? MBCD. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതെന്തോ വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആദ്യത്തെ സൈഡുകളാണേ. ഇത് സംഭവമായിട്ടൊന്നും പേടിക്കേണ്ട കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് നമ്മൾ നീലയുടെ എടുത്തപ്പം ഒരു സൈഡ് 40 ഡിഗ്രി നമുക്ക് ഒരു ആംഗിൾ തന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 40 ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടത്. അടുത്ത് നമ്മൾ മെറൂണിൻ്റെ എടുത്തപ്പം നമുക്ക് അതിന് ഒരെണ്ണം തന്നിട്ടുണ്ട് 60. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? 60. അതിങ്ങനെ എഴുതി കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നോക്കിക്കേ, നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ നോക്ക്, DMA എന്ന് പറയുന്നത് നോക്കുകയാണ് നിങ്ങൾ. DMAക്ക് ഈക്വലാണ് ഏതായിരിക്കും? CDM അല്ലേ. ഓക്കെ, ഇതിന് ഈ രണ്ടെണ്ണം നമുക്ക് ഈ നീലക്കകത്തിലെ രണ്ടെണ്ണം അങ്ങ് എടുക്കാം. ഇതും അങ്ങ് എടുക്കാം കേട്ടോ. മനസ്സിലാക്കണേ, നീല ഈ രണ്ടെണ്ണം കൂടെ വന്നതുകൊണ്ട് നമുക്ക് ഈ ഡൗട്ട്. നീല, അതിനാണ് ഞാൻ 2 കളർ കൊടുത്തത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ രണ്ടെണ്ണം, ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ വേണം ഇനി നമ്മൾ. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. എങ്ങനെ എഴുതുമെന്ന് നോക്കിക്കേ. ആംഗിൾ DMAക്ക് എന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ആംഗിൾ DMA ചെറുത്, അതിന് ഈക്വലാണ് ആരാണ്? CDM. ഇങ്ങനെ കേട്ടോ. വര അവസാനം എങ്ങോട്ടൊക്കെയാണോ എന്തോ. ഈ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലേ, DM എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആൾട്ടർനേറ്റീവ് ആംഗിളാണത്. ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്ന് വെച്ചാൽ എന്തോന്നറിയോ? ഇവിടെ 60 ആയപ്പം അതിൻ്റെ ഓപ്പോസിറ്റും എന്തായിരിക്കും? 60 ആയിരിക്കും കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആൾട്ടർനേറ്റീവ് ആംഗിൾ. അതുപോലെ തന്നെ ആംഗിൾ CM മറ്റേതിൻ്റെ B ഈക്വൽ ടു ആംഗിൾ DCM എത്ര? ഇത് 60 അല്ലേ, ആംഗിൾ 60 ആണ്, 60 ഡിഗ്രി. ഇതും ആൾട്ടർനേറ്റീവാണ്, ഇത് 40 വരും. ഇപ്പോൾ എഴുതിയതാവും നിങ്ങൾ. ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾ എഴുതിയില്ലേ, ആൾട്ടർനേറ്റീവ് ആംഗിൾ എത്ര? ഇവിടെ 40 വരും. ഇപ്പം നമ്മൾ ഈ എഴുതിയതിൻ്റെ ഒന്ന് എഴുതിയതാവും നിങ്ങൾ. ഏതാണ്ട് ഇവിടെ DMA എന്ന് പറയുന്നതിന് ഈക്വലാണ് CDM എന്ന്. നമ്മൾ ഈ ക്വാഡ്രിലേറ്ററിനകത്തെ 2 ട്രയാങ്കിൾ എടുത്തതാ കേട്ടോ. പിന്നെന്താ പറഞ്ഞത്? CMBക്ക് ഈക്വലാണ് ആരാണ്? DCM. ഇനി ഈ കാപ്പിപ്പൊടിയുടെയാണ് പറഞ്ഞത്, നീലയുടെയാണ് ഫസ്റ്റ് പറഞ്ഞത്. ഏതാ? 60ൻ്റെ. കാപ്പിപ്പൊടിയുടെ എത്രയാണ്? 40. കാപ്പിപ്പൊടിയും തേയിലെന്ന് ഉദ്ദേശിച്ചത് കളറാണ് കുഞ്ഞുങ്ങൾ കേട്ടോ, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പം നോക്കിക്കേ, ഇവിടെ ഇനിയും നോക്കുന്നില്ല, ഈ പടത്തിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പഠിച്ചതാ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങളെ? 180. നോക്കി, ഇവിടെ 60 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 100 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 80 ആണ്.
കേട്ടോ. അതിന് സെപ്പറേറ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ, കാരണം ഒരു ത്രികോണത്തിൻ്റെ എഴുതിക്കോ സം ഓഫ് ആംഗിൾ, ഒരു ത്രികോണത്തിൻ്റെ സം ഓഫ് ട്രയാങ്കിള് 180 വരണ്ടേ അല്ലേ. നമുക്കിവിടെ എത്ര ഉണ്ട്, രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 100 ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര വരണം, 80 വരണം. അപ്പോൾ അത് നമ്മളെങ്കിൽ ആംഗിൾ DMC = 80 ഡിഗ്രി. ഇവിടെ എങ്ങനെ ഏത് ആംഗിളാണോ നമ്മൾ കാണുന്നത് അതിനെ നടുക്കിടണം, മറക്കല്ലേ. എന്തുകൊണ്ടാണ് അവിടെ നോക്കൂ നിങ്ങൾ, DMC ആണ് നമുക്ക് കിട്ടേണ്ടത്, അതുകൊണ്ടാണ് നടുക്ക് M കേട്ടോ. ഓർത്തോണേ, എല്ലാത്തിനെയും നിങ്ങളത് നോക്കിക്കോണേ. ഏത് ആംഗിളാണോ നമുക്കിപ്പോൾ ഓരോന്നും നമ്മൾ കിട്ടി വരിക കേട്ടോ. അപ്പോൾ അത് ഓർത്തോണേ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം, നമുക്ക് 80 കിട്ടി അല്ലേ. ആംഗിൾ ADM = ആംഗിൾ DMC 80 അതുപോലെ ആംഗിൾ MCBക്ക് ഈക്വലാണ് ആംഗിൾ DMC. അതങ്ങ് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ, 80 ഡിഗ്രി വന്ന്. കാരണം എന്താ, ആൾട്ടർനേറ്റീവ്. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ നമുക്ക് ഓരോന്നും നോക്കിയേ. ഇവിടെ 40, ഇവിടെ 60, ഇവിടെ 80 അല്ലേ. അപ്പോൾ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്ര വരും, നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളെ ഗസ് ചെയ്യാൻ? നമ്മൾ എപ്പോഴും ഓർത്തണം കേട്ടോ. ഇവിടെ 40 ആണെങ്കിൽ കേട്ടോ, അതായത് ഈ വര നമ്മൾ ഈ വരയ്ക്കത്തില്ലേ, ഇവിടെ എത്ര ആണോ വരുന്നത്, നമ്മൾ ഈ പേനയുടെ ക്യാപ്പ് വെക്കത്തില്ലേ കുഞ്ഞുങ്ങളെ, ഇവിടെ എത്ര ആണോ ഈ ക്യാപ്പ് ഇരിക്കുന്നില്ലയോ, എന്നിട്ട് അത് തിരിച്ച് വെക്കുമ്പം ഈ ക്യാപ്പ് ഇപ്പുറത്ത് വരത്തില്ലേ, അത് രണ്ടും ഒരേ അളവായിരിക്കും. മനസ്സിലായോ? ഈ ക്ലൂ ഓർക്ക് വെച്ചാൽ മതി. അതായത് ഇപ്പം നോക്കിയേ, ഇതിങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഈ സൈഡ് 40 അല്ലേ, അപ്പോൾ അത് തിരിച്ച് വെക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെയും 40 ആയിരിക്കും. നമ്മൾ ഈ ഇത്രയും കിടന്ന് ചെയ്യുമ്പോൾ ഓർത്താൽ മതി കേട്ടോ. ഈ പേന ഇങ്ങനെ വെച്ചപ്പോൾ ഇവിടാണ് അതിൻ്റെ ക്യാപ്പ് ഇരുന്നതെങ്കിൽ അത് തിരിച്ച് വെക്കുമ്പോൾ ഇവിടെ ആയിരിക്കും 40 കിട്ടിയില്ലേ. മനസ്സിലായോ? ഇവിടെ അതുപോലെ നോക്കിക്കേ, ഇതിൻ്റെ നോക്കിയേ, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ, ഇവിടെ 60 ആയിരിക്കും. കാരണം നോക്കിയേ, ഇത് അങ്ങോട്ട് ഇതിൻ്റെ അതായത് ആൾട്ടർനേറ്റീവ് വെച്ച് ഇപ്പുറത്ത് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ചാടി കയറി എഴുതി വെക്കല്ലേ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എന്തൊക്കെ നമുക്ക് കിട്ടി, ഇവിടെ 40, ഇവിടെ 60, എത്ര 100. അപ്പം ഇപ്പം നമ്മൾ എഴുതിയതാ കേട്ടോ ഈ 80 കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും, 80 ഡിഗ്രി അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര 100, ഇവിടെ അപ്പോൾ എത്ര 80. അപ്പോൾ നോക്കിയേ, ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്, ഈക്വൽ ട്രയാങ്കിളാണ് അല്ലേ. 3 എണ്ണം നോക്കിയേ, ഇത് 180, ഇത് 180, ഇത് 180. എന്തുകൊണ്ടാ അത് കാരണം ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ 180 ആവും നിങ്ങൾ കേട്ടോ. അതുകൊണ്ട് ഇത് നല്ലതുപോലെ ഇനി ഓരോ ആംഗിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറക്കി എഴുതാം. ആംഗിൾ A 40 ആണ് അല്ലേ, ആംഗിൾ B 60 ആണ്, ആംഗിൾ C എത്രയാണെന്ന് നമുക്ക് എഴുതണം, ആംഗിൾ D അതൊക്കെ അത് എഴുതാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ, ഇല്ലല്ലോ. കാൽക്കുലേറ്റ് ദ ആംഗിൾ ഇൻ ദ ട്രയാങ്കിൾ AMD BMC ആൻഡ് DCM എത്രയാണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതെന്തൊക്കെയാണെന്ന് ഡൗട്ട് വരും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഇത്രയും തൽക്കാലം മനസ്സിലാക്കി ഈ പടത്തിനകത്തിൽ ഇങ്ങനെ എഴുതണം കേട്ടോ. അപ്പോൾ നോക്കി കുഞ്ഞുങ്ങളെ, നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ പറക്കി എഴുതിയിരിക്കുകയാണ്. കാരണം ഇത് ഇത്രയും കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പടത്തിനകത്തിൽ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ കണ്ടോ. ഈ പടം നിങ്ങൾ നല്ലതുപോലെ വരച്ച് വലുതായിട്ട് വരയ്ക്കണം. വരച്ചിട്ട് ഈ കണ്ടോ, ട്രയാങ്കിൾ ABDക്കകത്തിൽ എന്തൊക്കെയാണ്, MBCക്കകത്തിൽ എന്തൊക്കെയാണ്, DCMനകത്തിൽ എന്തൊക്കെയാണ്. അതായത് ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 കുഞ്ഞുങ്ങളെ കേട്ടോ. അതെപ്പോഴും ഓർത്തോണേ, 180. ഇതൊക്കെ നമ്മളെ കണ്ടോ 180. മനസ്സിലായോ? ഇത് 3 എണ്ണവും 180. അത് ഈ ട്രയാങ്കിൾ കണ്ടോ, ഇതിൻ്റെയൊക്കെ പേരാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കിടന്ന് ചെയ്തത് കേട്ടോ. ഇത് ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് വീഡിയോ കേട്ടോ. അതുകൊണ്ട് ഞാൻ ചുരുക്കി അങ്ങ് ഇത് പറഞ്ഞതാ. ഒരു പാർട്ടിൽ ഇടാനുള്ളതായിരുന്നു. ഞാൻ ഒറ്റ പാർട്ടി 3 എണ്ണം കൂടെ അങ്ങ് പറഞ്ഞ കുഞ്ഞുങ്ങളെ. കാരണം ഇതങ്ങ് എല്ലാവരും വലിയ കണക്കായിട്ട് എന്നോട് പറഞ്ഞു ഇതങ്ങ് ഭയങ്കര പാടാണ്, വലുതായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്ന് ചുരുക്കി ഒരുപാടങ്ങ് ചുരുക്കിയോന്നും അറിയത്തില്ല. കുഞ്ഞുങ്ങളെ ആദ്യം സൈഡ് എഴുതുക, പിന്നെ തന്നിരിക്കുന്ന ആംഗിളുകൾ എഴുതുക, പിന്നെന്താ അതിൻ്റെ ഓപ്പോസിറ്റുകൾ പറക്കേണ്ടേ, തന്നിരിക്കുന്ന അങ്ങ് പറക്കി എഴുതുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ കുഞ്ഞുങ്ങളെ, നമുക്ക് അടുത്ത പാർട്ടിൽ എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു.